ആന്തരമായിരിക്കുന്ന ഒരു ധനത്തിന് വേണ്ടി പ്രയാണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടോ? ഇതാണോ ഭക്തി? ഇതാണോ ഈശ്വരീയത? ഇതാണോ അധ്യാത്മം? ഇതിനാണോ നാം ജനിച്ചിരിക്കുന്നത് എന്നുള്ള ആലോചന അന്നേ കടന്നുകൂടിയതാ മനസ്സിൽ. അപ്പം സന്യാസി അദ്ദേഹത്തിൻ്റെ സന്യാസ ശിഷ്യന്മാരോട് പറയുന്നതാണ്, ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം. വ്യാധിയാണെന്ന് കണക്കാക്കി നിങ്ങൾ വിശപ്പിനെ ചികിത്സിച്ചോളൂ. പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം. ഓരേ ദിവസവും അന്നന്ന് ഭിക്ഷയെടുത്ത് വേണം കഴിക്കാൻ. ഇന്ന് ഭിക്ഷയെടുത്ത് നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം സ്വാദ്വന്നം നതു യാച്യതാം. ഒരു സ്ഥലത്തും ചെന്ന് അവർ പറയണത് ഓം നമോ നാരായണായ, നാരായണനായിട്ട് നമസ്കാരം എന്നാണ് പറയുക. അതങ്ങോട്ട് പറഞ്ഞാൽ വീട്ടിലുള്ളവര് സന്യാസിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സ്വാദ്വന്നം നതു യാച്യതാം. ഒരു സ്ഥലത്തും പോയിട്ട് സ്വാദുള്ള ഭക്ഷണം ചോദിക്കരുത് കേട്ടോ. അവരെന്ത് തന്നാലും അത് കഴിക്കുക. നിങ്ങളുടെ രുചി അവിടെ പറയരുത്. ഭിക്ഷൗഷധം ഭുജ്യതാം സ്വാദ്വന്നം നതു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം. ഈ ഭൂമി തിരിയുന്നതടക്കം ഈ ലോകത്തിൽ എന്തെല്ലാം ഗോളങ്ങളുടെ ചലനങ്ങളുണ്ടോ, ഗതികളുണ്ടോ, വിഗതികളുണ്ടോ, സ്ഥൂലമോ സൂക്ഷ്മമോ ആകട്ടെ, എല്ലാം ഒരു വലിയ പരമശക്തിക്ക് വിധേയമായിട്ടാണ്, ആ ഈശ്വരേച്ഛയ്ക്ക് വിധേയമായി, ദിഷ്ടത്തിന് വിധേയമായി നടക്കുന്നുണ്ടല്ലോ. ആ നടക്കുന്നതിനനുസരിച്ച് വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം. ആ വിധിക്ക് വിധേയമായി എന്തെല്ലാം വരുന്നുണ്ടോ അത് നിങ്ങൾ അനുഭവിച്ചോളൂ. ഒരാൾ ഒന്ന് തന്നാൽ ആ ആൾ തന്നു എന്ന് വിചാരിക്കേണ്ട. വിധിയാണ് അതിൻ്റെ പിന്നിൽ, ദിഷ്ടമാണ് അതിൻ്റെ പിന്നിൽ, യാദൃച്ഛികതയാണ് അതിൻ്റെ പിന്നിൽ. അതിന് വിധേയമായി കിട്ടിയതുകൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു പഠിപ്പാകണം നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുന്നത്. ശീതോഷ്ണാദി വിഷഹ്യതാം. ശീതം ഉഷ്ണം. സന്യാസി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭാരതത്തിൽ പല വിധത്തിലുള്ള കാലാവസ്ഥയാണ്. ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ഡൽഹിയിൽ വലിയ തണുപ്പാണ്. പലരും ഡൽഹി വിട്ടു പോകാൻ ഇഷ്ടപ്പെടുന്നു. കേരളത്തിൽ ബഹുസുഖ അവർക്ക് ആ സമയത്ത്. അപ്പം ചൂടും തണുപ്പൊക്കെ ഉണ്ടാവും ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്. അതിനെ സഹിക്കാനായി സ്വയം പഠിക്കുക, മനസ്സിൽ ശരീരത്തിനെ അതിന് പരിചയപ്പെടുത്തുക. നതുവൃഥാവാക്യം സമുച്ചാര്യതാം. വെറുതെ പാഴായി സംസാരിക്കരുത്. ഒരാളെ കണ്ടു, കുറേ നേരം സംസാരിച്ചു, ചിരിച്ചു, എന്താ സംസാരിച്ചോ? ഒന്നുമില്ല. അതിൻ്റെത് ഒന്നുമില്ലാൻ്റെ ഒരു സംസാരം. അപ്പൊ ആവശ്യത്തിന് സംസാരിക്കാന്ന്. വൃഥാവാക്യം സമുച്ചാര്യതാം നതു ഔദാസീന്യമഭീപ്സ്യതാം. ഈ ലോകത്തിൽ എല്ലാറ്റിനോടും കൂടി ബന്ധപ്പെട്ട സംഖ്യകളായി കഴിയുന്നതൊന്ന്. ഒന്നും വേണ്ട എന്ന് പറയുന്ന വെറുപ്പ്. ഒന്നിലോ ക്രമത്തിലധികം ചക്കമുളഞ്ഞു മാതിരി ഒട്ടി, അതല്ലെങ്കിലോ അകന്നിരുന്നു. ഇത് രണ്ടും വേണ്ട. ഔദാസീന്യം, ഉദാസീനനായിരിക്കുക. എന്താ ഈ ഉദാസീനൻ എന്ന് പറഞ്ഞാൽ? ഒന്നിനെയും അധികം സ്തുതിക്കണ്ട, നിന്ദിക്കും വേണ്ട, പുകഴ്ത്തണ്ട, കൂടുതൽ വില കയറ്റി പറയണ്ട, വില കുറച്ചും പറയണ്ട, അമിതമായിട്ടൊന്നും വേണ്ട. ആയാതമായാതം അപേക്ഷണീയം, ഗതം ഗതം സർവമുപേക്ഷണീയം. വരുന്നത് വരുന്നത് സ്വീകരിക്കുക, പോകുന്നത് പോകുന്നത് വിട്ടുകളയുക. വരുന്നത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ വന്നു കഴിഞ്ഞില്ലേ, ഇനി പിന്നെ സ്വീകരിക്കാണ്ട് എന്താ ചെയ്യുക? ഇവിടെ പറയണത് എന്താ? വരുന്നത് സ്വീകരിച്ചോളൂ. അപ്പോൾ വന്നു കഴിഞ്ഞുവല്ലോ, ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോകുന്നത് വിടാനാ പറയണത്. പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിടലുണ്ടോ? പോയില്ലേ? അപ്പൊ പോയത് പോട്ടെ, വന്നത് വരട്ടെ. ഞാനോ വരൂല, പോവില്ല. എൻ്റെ അടുത്ത് വരേണ്ടത് വരട്ടെ, എന്നെ വിട്ടു പോകേണ്ടത് പോട്ടെ. ഞാനോ കേമനായിട്ട് അങ്ങനെ ഇരിക്കും. നമ്മൾ വന്നവരാണോ? നിങ്ങൾ ആരെങ്കിലും ജനിച്ചവരാണോ? നിങ്ങളിവിടെ ഒരൊറ്റ ആൾ ജനിച്ചവരല്ല. ആണെന്ന് പറയാൻ ഒരാൾ എണ്ണീറ്റ് നിൽക്കാൻ ഇവിടെ പറ്റുമോ? ഞാൻ ജനിച്ചു എന്ന് ഒരൊറ്റ ആൾക്ക് ജനിച്ച അനുഭവം ഉണ്ടോ? അമ്മ പറഞ്ഞതല്ലേ നീ ജനിച്ചു, ഇന്നതാണ് പിറന്നാളെന്ന്. ആർക്കെങ്കിലും താൻ ജനിച്ചു എന്ന് പറഞ്ഞ് തൻ്റെ ജന്മം അനുഭവസിദ്ധമാണോ? താൻ മരിക്കാൻ പോണു എന്ന് വല്ലവരും പറയണതല്ലാണ്ട് താൻ മരിച്ചത് ഒരാളുണ്ടോ? ഒരാളെ മരിച്ച ആളെ കാണിച്ചു തരും എനിക്ക്. നമ്മൾ ഇത്രയൊക്കെ ശ്രാദ്ധ കൂടണുണ്ടല്ലോ, എവിടെയാണ് ഈ മരിച്ച ആൾ? നമ്മൾ കൊടുത്തത് ഉണ്ടോ ഇല്ലയോ എന്നങ്ങനെ അറിയുക. അതൊന്നും പറയണ്ട, മിണ്ടട്ട. അതാണ് ഞാൻ പറഞ്ഞത്. വരുന്നത് വന്നോട്ടെ, പോകുന്നത് പൊയ്ക്കോട്ടെ. ഞാൻ എൻ്റെ പാട്ടിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഉള്ളപ്പോഴല്ലേ നിങ്ങൾക്ക് വരാനും പോകാനും പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് നന്ദി രേഖപ്പെടുത്തി, കൃതജ്ഞത രേഖപ്പെടുത്തി സന്തോഷമായിട്ട് കഴിയൂ. ഞാൻ അങ്ങനെ ഇരുന്നോളാന്ന്. ഇതാണ് ഉദാസീനൻ എന്ന് പറയുന്ന അവസ്ഥ. എല്ലാറ്റിൻ്റെയും മുകളിലിരിക്കുന്ന ഒരു നില. ഔദാസീന്യമഭീപ്സ്യതാം ജനകൃപാനൈഷ്ഠുര്യം ഉത്സൃജ്യതാം. ക്രമത്തിലധികം കൃപ ആരോടും വേണ്ട, നൈഷ്ഠുര്യവും വേണ്ട. നിങ്ങൾ നിഷ്ഠുരനായിരിക്കരുത്. അതേ സമയത്ത് കൃപാസാഗരം എന്നും പറയരുത്. അർജുനൻ യുദ്ധക്കളത്തിൽ ചെന്നിട്ട് എന്താ പറഞ്ഞത്?
കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. ക്രമത്തിലധികമുള്ള കൃപ ബാധിച്ച് വിഷീദൻ ദുഃഖിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ടാണത്രേ സംസാരിച്ചത്. കണ്ണീര് വാർത്തുകൊണ്ടാണ് സംസാരിച്ചത്. എന്താ? അയ്യോ, ഈ സ്വജനങ്ങൾ മുഴുവൻ കൊല്ലണ്ടേ? കൊന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്താവും? നമുക്കൊക്കെ അനവധി കാലം നരകത്തിൽ താമസിക്കേണ്ടി വരില്ലേ? ആരോടാ പറയണത്? കൃഷ്ണനോട്. ആർക്കൊക്കെ? നമുക്കൊക്കെ. അപ്പൊ കൃഷ്ണനും പെട്ടു അതില്. മഹാഭാരത യുദ്ധം നടന്നു, ഇപ്പൊ കൃഷ്ണനടക്കം നരകത്തിലാണോ? അപ്പൊ അങ്ങനെയുണ്ട് പൊലമ്പി, കുറെ പൊലമ്പി എന്ന് മാത്രം. ഇതിനൊക്കെ കാരണം എന്താ? കൃപയാ പരയാ വിഷ്ഠോ, അങ്ങേയറ്റത്തെ കൃപ. ശ്രീകൃഷ്ണൻ അത് കേട്ടിട്ട് എന്താ പറഞ്ഞേ? കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തവ. ഇത് ഹൃദയത്തിന്റെ ദുർബലതയാണ് അർജുന. ഇത് കൃപയൊന്നുമല്ല. നീ പറഞ്ഞതുകൊണ്ടും നടിച്ചതുകൊണ്ടും അത് കൃപയാവില്ല. നിന്റെ മനസ്സിൽ കാര്യങ്ങൾ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് വന്ന ആന്തര ദൗർബല്യമാണത്. ആ ദൗർബല്യത്തിനെ തള്ളിക്കളയൂ. നീ ക്ഷത്രിയനാണ്, ക്ഷാത്ര തേജസ്സുള്ളവനാണ്. പടപൊരുതാൻ 13 കൊല്ലക്കാലം തപസ് ചെയ്തും മറ്റു പ്രകാരത്തിലും വിഭാവനം ചെയ്തു വന്ന് നിൽക്കുകയാണ്. പെട്ടെന്നുള്ളൊരു കാഴ്ച നിന്നെ താളം തെറ്റിച്ചു എന്ന് പറയുമ്പോൾ അത് അയുക്തമാണ്, അന്വർത്ഥമല്ല. അതിനെ തള്ളിക്കളഞ്ഞേ തീരൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് അങ്ങനെയാ. കൃഷ്ണൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാ, കണ്ണിലുണ്ണിയ. കൃഷ്ണന് ഞാനും കണ്ണിലുണ്ണിയ. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട കൃഷ്ണൻ തെറ്റായിട്ടൊന്നും പറയില്ല. എന്നെ സഹായിക്കാനും ഉദ്ധരിക്കാനും വേണ്ടി പറയാണ്. അപ്പൊ ആ പറയുന്നതിൽ വലിയ സാരമുണ്ടാവും എന്ന് പറഞ്ഞ് മിണ്ടില്ല ഞാനിനി. ആ കൃപയൊക്കെ മാറ്റിവെച്ച് ഭീഷ്മരോടും ദ്രോണരോടും കൂടി പൊരുതുന്നത് ശരിയാണോ ശരിയല്ലല്ലോ എന്നൊക്കെയുള്ള ന്യായശാസ്ത്രമാ പിന്നെ അവർ തമ്മിൽ സംസാരിച്ചത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ജനകൃപാനൈഷ്ഠുര്യമുത്സൃജ്യതാം. അങ്ങടും ഇങ്ങടും ചായണ്ട നമ്മുടെ മനസ്സ്. അങ്ങനെ നടുക്കിൽ നിൽക്കട്ടെ, രണ്ടും വേണ്ട, നടുക്കിലങ്ങട്. ഇതാണ് നമുക്ക് ആവശ്യം. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം സ്വാദ്വന്നം നതു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം ശീതോഷ്ണാദിവിഷഹ്യതാം നതു വൃഥാ വാക്യം സമുച്ചാര്യതാം ഔദാസീന്യമഭീപ്സ്യതാം ജനകൃപാനൈഷ്ഠുര്യം ഉത്സൃജ്യതാം. നമ്മുടെ ആശ്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ദാ ഈ മാതിരിയുള്ള പഞ്ചകങ്ങളും പ്രകരണങ്ങളുമെല്ലാം ഇങ്ങനെ മുഴങ്ങി നിൽക്കണം. ഞങ്ങളുടെ ആശ്രമത്തിൽ സംസ്കൃത ശ്ലോകങ്ങളാണ് എപ്പോഴും ഞങ്ങൾ പ്രതിപാദിക്കുന്നത്. നാരായണാശ്രമ തപോവനത്തിൻ്റെ ഉള്ളിൽ വന്നാൽ അവിടെ ശാസ്ത്രങ്ങളെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പറ്റൂ. അതങ്ങോട്ട് കേട്ടാൽ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾക്കിത് കേൾക്കുക മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ടാന്ന്. മനസ്സ് നന്നാവാനും പവിത്രമാവാനും ആനന്ദഭരിതമാവാനും വേറെ ഒന്നും വേണ്ട, ഉള്ളതൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, സ്വാമിജി ഞങ്ങൾക്കൊന്നും പഠിപ്പിക്കണില്ല എന്നൊക്കെ പരിഭവം പറഞ്ഞു മാജി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, 50 ശ്ലോകം പറഞ്ഞുതരാം. ആ 50 ശ്ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാവുന്നു. അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി 100 വരെ എത്തി. യോഗവാസിഷ്ഠൊഴിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞത് മുഴുവൻ ഏറ്റ് പഠിച്ച് അത് അവനവനിൽ പതിപ്പിച്ച് നോക്കി മാറ്റുരച്ച് നോക്കി നന്നാവണം. അതാണ് ബാക്കിയുള്ളവരുടെ ധർമ്മം. സർവ്വ കാര്യങ്ങൾക്കും ഇവിടെ പദ്യമാണ്, കാവ്യമാണ്. സ്വാമിജി ഇങ്ങനെ ഊണിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ നിയന്ത്രണം പറയുമല്ലോ, ഇത് മനുഷ്യന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. there should be a shift in your emphasis. എന്താ ഞാൻ പറഞ്ഞ്? ജീവിതത്തിൽ നാം കൽപ്പിക്കുന്നതായ മൂല്യങ്ങളും ആദർശങ്ങളും ഉണ്ടല്ലോ, അതിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് വരണം. എന്താ ആ ഷിഫ്റ്റ്? നല്ല നല്ല ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ, പക്ഷെ എന്ത് ഭക്ഷണം, എവിടത്തെ ഭക്ഷണം എന്ന് ചിന്തിക്കണം. അപ്പോൾ ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ ധൈര്യം യസ്യ പിതാ ക്ഷമാ ജനനി ശാന്തിശ്ചിരം ഗേഹിനി സത്യം സൂനുരയം ദയാച ഭഗിനി ഭ്രാതാ മനഃസംയമഃ ശയ്യാ ഭൂമിതലം ദിശോപി വസനം ജ്ഞാനാമൃതം ഭോജനം. കേട്ടുവോ? നല്ലോണം ഭുജിച്ചോളൂ, കഴിച്ചോളൂ. എന്ത്? ജ്ഞാനാമൃതം ഭോജനം, ജ്ഞാനാമൃതം ഭോജനം. നിങ്ങളെ ഇവിടെ വരുത്തിയിരിക്കുന്നത് എന്തിനാ? ജ്ഞാന സദ്യ വിളമ്പാനാണ്. അപ്പുറത്തുള്ള ഊണ് ശരീരത്തിനാണ്. ആ ഊണ് കൊടുത്ത് നിലനിർത്തുന്ന ശരീരം ആർക്ക് ഉപയോഗിക്കാനാ? മനസ്സിന്, ബുദ്ധിക്ക്. ആ ആന്തരമായിരിക്കുന്ന മനസ്സിനും ബുദ്ധിക്കും അമൃത ഭോജനമാണ് ഇവിടെ നൽകുന്നത്. ഈ വിരുന്നുണ്ടല്ലോ, ഈ സദ്യ, ഞാൻ എപ്പോഴും പറയും, സൂതനങ്ങട് വിളമ്പിക്കൊടുത്തു ജ്ഞാനസദ്യ ശ്രോതാക്കൾക്ക്.
ആ ജ്ഞാനസദ്യ അത് അമൃതാണ്, അമൃതാണ്, അമൃതാണ്. അതിപ്പോൾ നിങ്ങൾ 100 ആൾ എൻ്റെ മുമ്പിൽ ഇരുന്നോളൂ, 10,000 ആൾ എൻ്റെ മുമ്പിൽ ഇരുന്നോളൂ, 10 ലക്ഷം പേര് ഇരുന്നോളൂ, ഒരു കുറവുമില്ല. മറ്റതോ അവിടെ കുറയും, രണ്ടാമത് വെക്കേണ്ടി വരും ഇല്ലേ? ജ്ഞാനാമൃതം ഭോജനം ഏതേയസ്യ കുടുംബിനോ വദ സഖേ കസ്മാത് ഭയം യോഗിനഃ. ഒരു യോഗിയുടെ കുടുംബത്തിനെ വർണ്ണിക്കുക. നിങ്ങളൊക്കെ വിചാരിക്കും ഞങ്ങൾ കുടുംബികളല്ല, ഞാൻ വലിയ ഗൃഹസ്ഥനാ. എങ്ങനത്തെ ഗൃഹസ്ഥനാ? അതാ ഇതൊക്കെയാണ് നമ്മുടെ അംഗങ്ങൾ. ധൈര്യം യസ്യ പിതാ ക്ഷമാ ച ജനനീ. അച്ഛനാരാ? ധൈര്യം, ധൈര്യം, ധൈര്യം യസ്യ പിതാ ക്ഷമാ ച ജനനീ. അമ്മ എന്ന് പറഞ്ഞാൽ ക്ഷമാശീലം. ശാന്തിശ്ചിരം ഗേഹിനി. മനസ്സിന് വരുന്ന ശാന്തിയും തൃപ്തിയും ഉണ്ടല്ലോ, അതാണ് ധർമ്മപത്നി, ഗേഹിനി, വീട്ടുകാരി. സത്യം സൂനുരയം. സത്യം എന്ന് പറയുന്നതാണ് മകൻ. ദയാച ഭഗിനി. ഇനി സഹോദരി ഇല്ലായില്ല. ദയാച ഭഗിനി, ദയവാണ് ഭഗിനി. ഭ്രാത മനസ്സംയമ. കേൾക്കുന്നുണ്ടോ? ഒരു സഹോദരനുണ്ട്. ആരാ? സംയമം എന്ന് പറയുന്നത് മനസ്സംയമ. ശയ്യാ ഭൂമിതലം. വീടുണ്ടാക്കണ്ട, ഭൂമിതലം. ദിശോഭിവസനം. 8 ദിക്കുകളാണ് വസ്ത്രം, ദിഗംബരന്മാരാ. ദിശോഭിവസനം ജ്ഞാനാമൃതം ഭോജനം. ജ്ഞാനം എവിടെ? ഇങ്ങനെയുള്ള സത്കഥകളുണ്ട്, തത്വകഥനങ്ങളുണ്ട്, അവിടെ ചെന്ന് പെടുക, കേൾക്കുക. ആ കേൾക്കുന്നത് മുഴുവനും വലിയ ഒരു ഭോജനമാണ്. ജ്ഞാനാമൃതം ഭോജനം. അമൃതാണ് ആ ഭോജനം. ബാക്കിയുള്ളതൊക്കെയോ മരിക്കാനുള്ള ഭക്ഷണ. കഠിനമായി പോയില്ലേ? നിങ്ങൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ചോറ് കറിയൊക്കെ ആയിട്ട്, അത് എന്തിനുള്ളതാ? മരിക്കാനുള്ളത്. അത് മരിക്കുന്ന ശരീരത്തിനുള്ള ഭക്ഷണമാണ്. ഓരോ ദിവസവും മരിച്ച് ഭക്ഷണം കഴിച്ച് എന്താ? മരിക്കുന്നവരെ കഴിക്കുക. ഇതങ്ങനെയല്ല. അമൃതം ഭോജനം ജ്ഞാനാമൃതം. അപ്പൊ അമൃത് ഭുജിക്കണമെങ്കിൽ അത് ബാഹ്യഭക്ഷണം കൊണ്ട് അടുക്കളയിൽ നിന്ന് കിട്ടില്ല. ജ്ഞാനാമൃതം ഭോജനം ഏതേയസ്യ കുടുംബിനോ വദ സഖേ. ഈ കുടുംബാംഗങ്ങൾ ആർക്കുണ്ടോ ആ ആള് കസ്മാത് ഭയം യോഗിനഃ. അങ്ങനെയുള്ള യോഗിക്ക് ഏതെങ്കിലും ഭയഹേതു ഉണ്ടോ? വല്ല ഇൻഷുറൻസ് എടുക്കണോ? അതോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഓടി വരുമോ? എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടി വരും. ധൈര്യം യസ്യ പിതാ ക്ഷമാ ച ജനനീ ശാന്തിശ്ചിരം ഗേഹിനി. സത്യം സൂനുരയം ദയാ ച ഭഗിനി. ഭ്രാതാ മനസ്സംയമഃ. ശയ്യാ ഭൂമിതലം ദിശോഭിവസനം ജ്ഞാനാമൃതം ഭോജനം ഏതേയസ്യ കുടുംബിനോ വദ സഖേ കസ്മാത് ഭയം യോഗിനഃ. ഏതേയസ്യ കുടുംബിനോ വദ സഖേ കസ്മാത് ഭയം യോഗിനഃ. ഈ ശ്ലോകം ഞാൻ പലതവണ ചൊല്ലിയിട്ടുണ്ടാവും. അത് ചൊല്ലുമ്പോൾ തന്നെ എനിക്ക് നിങ്ങൾക്കറിയാമോ, ബാഹ്യമായിട്ടുള്ള ഒരു സാധനവുമില്ലാതെ മനസ്സ് പരമസന്തുഷ്ടമാവുന്നതാണ് ഈ ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സ്. ഒരു പിച്ച ഇവിടെ നിന്ന് വേണ്ട. ഇങ്ങനെയുള്ളത് വായിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ചൊല്ലുമ്പോൾ എന്തുമാത്രം സന്തോഷമാണ്. ഇതാണ് നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. മോനെ, ഞാൻ പോളിസി എടുത്തിട്ടുണ്ട് ഒക്കെ. എന്താ അത്? ഇങ്ങനെയുള്ള മനസ്സമ്പത്തുകൾ പറഞ്ഞ് പഠിപ്പിക്കൂ. ഇതാണ് നമുക്ക് ആവശ്യം. അഷ്ടാവക്രനോട് ജനക മഹാരാജാവ് ചോദിച്ചു, കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ. അഷ്ടാവക്ര സംഹിത വളരെ വിശേഷപ്പെട്ടതാണ്. ഭഗവത്ഗീതയെ പോലെ ഒരു ഗ്രന്ഥമാണ്, പക്ഷെ വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ്. ചിലരൊക്കെ പറയും, സ്വാമിജി അഷ്ടാവക്ര സംഹിത TV ചാനലിൽ പറയണം കേട്ടോ എന്ന്. ആരാ കേൾക്കുക ചോദിക്കും ഞാൻ. അപ്പോൾ സ്വാമിജി ഇത് പറഞ്ഞ് മുഴുവനാക്കുമ്പോഴേക്കും അവർ കേൾക്കാനുണ്ടാവും. സമ്മതിച്ചു. ഇത് എങ്ങനെയാണ് നടത്തുക? ഇപ്പോൾ ഇത് എളുപ്പം മതിയോ? ഒക്കെ പറയാൻ നമുക്ക് അഭിലാഷം ഉണ്ടെന്നുണ്ടെങ്കിലും. അപ്പോൾ ചോദിക്കുകയാണ്, കഥം ജ്ഞാനമവാപ്നോതി, എങ്ങനെയാണ് ജ്ഞാനം കൈക്കലാക്കുക, സമ്പാദിക്കുക? കഥം മുക്തിർഭവിഷ്യതി, എങ്ങനെ മുക്തി ഉണ്ടാവും? വൈരാഗ്യം ച കഥം പ്രാപ്തം, വൈരാഗ്യം എങ്ങനെയാണ് സാക്ഷാത്കരിക്കുക, അനുഭവസിദ്ധമാക്കുക? ഏതദ്ബ്രൂഹി മമ പ്രഭോ, ഇതെനിക്ക് പറഞ്ഞു തരുമെന്ന്. ആരാ ചോദിക്കുന്നത്? ജനക മഹാരാജാവ് 8 വളവുള്ള അഷ്ടാവക്രനോട്, മഹർഷിയോടാ ചോദിക്കുന്നത്. അവർക്ക് ചോദിക്കാൻ വേറെ ഒരു സ്ഥലവും ഇല്ല. കാര്യം ബഹുപത്നിമാരുണ്ടാവാം, അവർക്ക് ബഹുസന്താനങ്ങളും ഉണ്ടാവാം. മനസ്സിൻ്റെ ദാഹം തീർക്കാൻ ഇവരാരും
പര്യാപ്തരല്ല. അപ്പൊ അഷ്ടാവക്രൻ ചോദിച്ച മാതിരി തന്നെ മറുപടി പറയാ. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. കഴിഞ്ഞു കാര്യം. മുക്തിമിച്ഛസി ചേത്താത, മോനെ മകനെ, നിനക്ക് മുക്തിയാണ് ആവശ്യം, മുക്തി അഭിലഷിക്കുന്നു എങ്കിൽ വിഷയാൻ വിഷവത്യജ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? വലിയ വിലയിരുത്തല. ഈ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള ലോകവസ്തുക്കളുണ്ടല്ലോ, അത് മുഴുവനും വിഷമാണെന്ന് കണക്കാക്കി പരിത്യജിക്കൂന്ന്. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ. വിഷം എങ്ങനെയോ അതുപോലെയാണ് ഈ ലോകവസ്തുക്കൾ മുഴുവനും. ഈ ലോകവസ്തുക്കൾ അനുഭവിച്ചു കൊണ്ട് വേണ്ട മനസ്സിന് സന്തുഷ്ടി പ്രാപിക്കാൻ. ഒരു മോഹം കൊണ്ടാണ് നാം ബാഹ്യവസ്തുക്കളിൽ നിന്ന് സന്തോഷം കാണുന്നത്. സന്തോഷ രചയിതാവാരാ? സന്തോഷം എന്ന് പറയുന്നത് ഒരു വികാരമല്ലേ? ആ വികാരം പുറം വസ്തുക്കളിൽ നിന്ന് വരുമോ? ആ വികാരം ജനിപ്പിക്കുന്നത് ആരാ? മനസ്സ് മാത്രം. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് ഒരു വികാരമോ ഭാവമോ ആയിരിക്കെ മനസ്സ് മാത്രമാണ് അതിൻ്റെ സൃഷ്ടാവ്. അപ്പോൾ വികാരത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന മനസ്സിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി പുറം വസ്തുക്കളെ എന്തിന് തേടി നടക്കുന്നു? ഇത് തെറ്റോ അതോ ശരിയോ? പറയുന്നങ്ങോട്ട് തെറ്റെന്ന്. മനസ്സാണ്, ഈ മനസ്സാണ് സന്തോഷിക്കാനും സന്തപിക്കാനും. ഈ ലോകത്തിലുള്ളത് മുഴുവനും കിട്ടിയാലും നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാവില്ല. ഒന്നുമില്ലെങ്കിലും സന്തോഷിക്കാം. മുല കുടിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഊരകത്തിൽ. പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടി ബംഗളൂരിൽ നിന്ന്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചുപോയി, സ്വാമിജി ഒന്ന് പോയി കണ്ട് സമാധാനിപ്പിക്കുമെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോൾ മുല കുടിക്കുന്ന കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയിലൊന്നുമില്ല, അമ്മ കരഞ്ഞിങ്ങനെ ഇരിക്കുക. ഭർത്താവ് വിദേശത്ത് മരിച്ചു എന്നുള്ള വർത്തമാനം കിട്ടിയിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. കരച്ചിലാണ്. വാസ്തവത്തിൽ ഒരു കുട്ടിയെ കണ്ട അമ്മയ്ക്ക് സന്തോഷമല്ലേ? അപ്പൊ സന്തോഷിപ്പിക്കേണ്ടതായ കുട്ടിയെ പരിത്യജിച്ച് ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ അതിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് മുല കൊടുക്കാനുള്ള മനസ്ഥിതി, മനസ്സെന്ന് വെച്ചാൽ മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പൊ ബാഹ്യവസ്തുവിലാണോ സന്തോഷം? ബാഹ്യവസ്തു സന്തോഷിപ്പിക്കുന്നതാണോ? നേരെ മറിച്ച് ഭർത്താവ് മരിച്ചു എന്ന് കേട്ടപ്പോൾ ദുഃഖം വന്നതോ? ഈ ദുഃഖം ആരാ ഉണ്ടാക്കിയത്? മനസ്സ്. ഈ സന്തോഷം ആരാ ജനിപ്പിക്കുന്നത്? മനസ്സ്. അപ്പൊ കുട്ടിയെ നോക്കി കൊഞ്ചിക്കുഴഞ്ഞ് ഉമ്മ കൊടുത്ത് മുല കൊടുക്കുന്നതിന് പകരം, സ്തന്യം കൊടുക്കുന്നതിന് പകരം ആ അമ്മ കിടന്ന് ഉറങ്ങുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഈ ബാഹ്യവസ്തുക്കളല്ല സന്തോഷഹേതു, മനസ്സാണെന്ന്? സമ്മതിക്കില്ല. ആ മനസ്സിനെ കയ്യിൽ വെച്ചുകൊണ്ട് നാം എന്താണ് ഈ പുറത്തേക്ക് ഓടിപ്പായുന്നത്? അതാണ് അഷ്ടാവക്രൻ ചോദിക്കുന്നത്. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ. വിഷം പോലെ കണക്കാക്കി ബാഹ്യവസ്തുക്കളെ എല്ലാറ്റിനെയും വിടൂ. നിനക്ക് സന്തോഷം തരാനുള്ളത് നിന്റെ മനസ്സാണ്. ആ മനസ്സിന് സന്തോഷം രചിക്കാൻ പരസഹായം ആവശ്യമില്ല. ഒരു വസ്തു പുറത്തുനിന്ന് വേണ്ട. ഏതെങ്കിലും ബാഹ്യവസ്തു നുഴഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ കയറുമോ? നിങ്ങളുടെ വീട് നിൽക്കുന്നത് പുറത്തോ അകത്തോ? നിങ്ങളുടെ കുട്ടികളെവിടെയാ? പുറത്തോ അകത്തോ? എല്ലാം പുറത്തല്ലേ. ഏതെങ്കിലും ഒന്ന് ഉള്ളിൽ കിടന്നാൽ ശരീരം പൊട്ടിപ്പോവില്ലേ? അപ്പൊ ബാഹ്യവസ്തുക്കളൊക്കെ പുറത്താണ്. അത് എൻ്റെ ആണെന്നുള്ള ഒരു തോന്നൽ മനസ്സ് രചിച്ച് അവിടുന്നാണ് സന്തോഷം ഉണ്ടാക്കുന്നത്. അപ്പൊ പലതും ഉണ്ടാവാം, സന്തോഷമില്ലെന്ന് വരാം, ഒന്നുമില്ലാതെ ഇരിക്കാം, പിന്നെയും മനസ്സ് സന്തോഷിക്കാൻ വിരോധമില്ല. വേദാന്തവാക്യേഷു സദാരമന്തോ ഭിക്ഷാന്ന മാത്രേണ ചതുഷ്ടിമന്തഃ വിശോകമന്തഃ കരണേരമന്തഃ കൗബീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. ശങ്കരാചാര്യർ രചിച്ച കൗബീന പഞ്ചകമ കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ഞാനിത് വായിച്ചത്. എൻ്റെ അപ്പോ അന്ന് മുതൽക്ക് നമ്മുടെ ആത്മസുഹൃത്തായി. വേദാന്തവാക്യേഷു സദാരമന്തോ. വേദാന്ത വാക്യങ്ങളുണ്ടല്ലോ, വേദാന്ത പ്രഖ്യാപനങ്ങൾ. ആ പ്രഖ്യാപനങ്ങളിൽ മാത്രം ആരമണം, സന്തോഷിക്കുകയാണ് അവര്. അപ്പൊ അവർക്ക് സന്തോഷമില്ലേ? ഉണ്ട്. അതെന്തിലാ? വേദാന്ത വാക്യങ്ങളിൽ. ഭിക്ഷാന്ന മാത്രേണ ചതുഷ്ടിമന്തഃ. ശരീരം നിലനിർത്താൻ വേണ്ടി ഭിക്ഷ യാചിച്ച് അതിൽ സന്തോഷിച്ചവർ കഴിയുന്നു. വിശോകമന്തഃകരണേ ചരന്തഃ. ഒരു ദുഃഖവുമില്ലാതെ നിർദുഃഖരായി അവർ അവനവന്റെ മനസ്സിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതിൽ തന്നെയാണ് അവർ വിനോദിക്കുന്നത്, വിഹരിക്കുന്നത്, അവരുടെ ആരമണം. അങ്ങനെയുള്ള ആൾക്കാര് കൗബീനം മാത്രം ധരിച്ച് ഈ ലോകത്തിൽ കഴിയുന്നുണ്ടല്ലോ, ആ കൗബീനധാരികളാണ് മഹാഭാഗ്യവാന്മാർ. അപ്പൊ നിങ്ങളൊക്കെയോ? കൗബീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. ഏതാണ്ട് ഒരു 3 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ആശ്രമത്തിൽ, അധികം പ്രായമൊന്നും ആയിട്ടില്ല, മധ്യവയസ്കരായിരിക്കുന്ന ദമ്പതികൾ വന്നു. അതിൽ ഭർത്താവ് പറയാ, സ്വാമിജി കൗബീന പഞ്ചകം ചൊല്ലി കേട്ടപ്പോൾ എനിക്ക് കൗബീന ഉടുത്തിട്ട് അങ്ങോട്ട് പോകണമെന്ന് തോന്നി. ഞാൻ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് ഭാവനാസമർത്ഥമാണ്. ഞാനിതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിൽ ഇങ്ങനെയുമുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് ഇത് കേട്ടത് കൊണ്ട് പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സ് ഉള്ളതിലും ഇല്ലാത്തതിലും ഒരുപോലെയുള്ള ഒരു
ഭാവം വളർത്തി ആ ആത്മതുഷ്ടി മനസ്തുഷ്ടി നിങ്ങൾക്ക് വർദ്ധിച്ചു വരും. അതാണ് മൂലം തരോ കേവലമാശ്രയന്തഃ പാണിദ്വയം ഭോക്തുമമന്ത്രയന്തഃ കന്ഥാമിവ ശ്രീമപി കുത്സയന്തഃ കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. മൂലം തരോ കേവലമാശ്രയന്തഃ. അവർക്ക് ക്ഷീണം തീർക്കണം, ഒന്ന് വിശ്രമിക്കണം തോന്നിയാൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ ചെന്നു ചാരിയങ്ങളിരുന്നു, തണലുള്ള ഭാഗം നോക്കി. ഏതെങ്കിലും ഒരു ഭാഗത്തിൽ തണലുണ്ടാവുമല്ലോ. പാണിദ്വയം ഭോക്തുമമന്ത്രയന്തഃ. വിശപ്പ് മാറാൻ 2 കൈ നീട്ടി ഊണ് കഴിക്കുകയുള്ളൂ. കന്ഥാമിവ ശ്രീമപി കുത്സയന്തഃ. മഹാലക്ഷ്മിയെ കീറ തുണി കഷ്ണം പോലെ എന്താ മഹാലക്ഷ്മിയെ ചവിട്ടി അങ്ങോട്ട് തള്ളുന്നു. ഇതാണ് ഇവിടുത്തെ സംസ്കാരം കൂട്ടരെ. നിങ്ങളുടെ പണക്കൊതിക്ക് എന്നേക്കുമായി വിട പറയും. പിശുക്കന്മാരവരുടെ പിശുക്ക് വലിച്ചെറിയും. മനസ്സ് ഉദാരമാകട്ടെ. നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ളത് നിങ്ങളുടെ മനസ്സ് മാത്രം. ആ മനസ്സ് സന്തുഷ്ടമാകണമെങ്കിൽ മനോവിഭവം വേണം, മനസ്സിനുള്ള ഭക്ഷണം വേണം. ആ ഭക്ഷണമാണ് ജ്ഞാനാമൃതം ഭോജനം എന്ന് പറഞ്ഞു തരുന്നത്. കന്ഥാമിവ ശ്രീമപി കുത്സയന്തഃ കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. കൗപീനം മാത്രം ഉടുത്ത് നടക്കുന്നവരുണ്ടല്ലോ, അവരാണ് പരമഭാഗ്യവാന്മാർ. ബ്രഹ്മാക്ഷരം പാവനമുച്ചരന്തോ ബ്രഹ്മാഹമസ്മീതി വിഭാവയന്തഃ ഭിക്ഷാശിനോ ദിക്ഷു പരിഭ്രമന്തഃ കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. അവരെ സന്തോഷിപ്പിക്കാനായി അവർ ബ്രഹ്മാക്ഷരം, പരമപവിത്രമായ ബ്രഹ്മാക്ഷരം മാത്രം ഉച്ചരിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് അവരെ സന്തോഷിപ്പിക്കുന്നത്. യദു ചക്രവർത്തിയും അവധൂതനുമായുള്ള സംവാദം തുടരുകയാണ്. പൃഥിവീ വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാ രവിഹി. ഇങ്ങനെ 24 പേര്, എല്ലാം കൂടി 24. അതിൽ ഭൂമിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പറഞ്ഞു. ഇനി വായുവിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണല്ലോ നാം പറയുന്നത്. വായുവിൻ്റെ പ്രകടനം 2 തരത്തിലാണ്. ചലനങ്ങളെല്ലാം ഉണ്ടാക്കി തീർക്കുന്നു, ശ്വാസോച്ഛ്വാസങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. അതിസൂക്ഷ്മമായിരിക്കുന്ന സ്പന്ദനങ്ങളും സ്പന്ദനങ്ങളെക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന തരംഗങ്ങളും എല്ലാം രചിക്കുന്നത് പ്രാണനാണ്. ആ പ്രാണവൃത്യൈവ സന്തുഷ്യേൻ മുനി നൈവേന്ദ്രിയപ്രിയൈ ജ്ഞാനം യഥാന നശ്യേത നാവകീര്യേത വാങ്മനഃ എന്നാണ് ശ്രീകൃഷ്ണൻ ഉദ്ധരിക്കുന്ന ശ്ലോകം. ആ ശ്ലോകത്തോടിൻ്റെ ചുവട് പിടിച്ച് എങ്ങനെയൊക്കെയാണ് നാം ഭക്ഷണം കഴിക്കേണ്ടത്, വിശപ്പിനെ എങ്ങനെ കാണണം എന്നൊക്കെ നാം പറഞ്ഞു വെച്ചു. അതിനുശേഷം ഈ ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്ക് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ആപത്താണ്. ഈ ആപത്തിനെ പറ്റി എല്ലാവരും മനസ്സിലാക്കണം. ശ്രീമദ് ഭാഗവതത്തിൽ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണല്ലോ എപ്പോഴും പ്രതിപാദിക്കുന്നത്. ഭഗവാനോട് തോന്നേണ്ടതായ സ്നേഹം, ആഭിമുഖ്യം. ഈശ്വരനോട് എത്രത്തോളം നമുക്ക് സ്നേഹമുണ്ടോ അത്രത്തോളം അനീശ്വര ലക്ഷണങ്ങളോട് കൂടിയ ക്ഷണികങ്ങളായ വസ്തുക്കളോട് വൈരാഗ്യവും ഉണ്ടാവണം. ആ വൈരാഗ്യമില്ലെങ്കിൽ ഭക്തി ദൃഢമാവില്ല, വേരൂന്നി പിടിക്കില്ല, ആഴമുണ്ടാവില്ല, അതിന് വേണ്ടത്ര ഉത്തുംഗതയോ ഉത്കർഷമോ ഉണ്ടാവില്ല. അപ്പം എത്ര കണ്ട് വൈരാഗ്യമുണ്ടോ അത്ര കണ്ടാണ് നമുക്ക് ഭക്തിയും വളരുക. ഭക്തിയും വൈരാഗ്യവും ഒരുപോലെ പോകുന്നതാണ്. ഈ ഭക്തിയോടുകൂടി വൈരാഗ്യം ജനിക്കണമെങ്കിലോ ധാരാളം വിവേകവും അറിവും നമുക്കുണ്ടാവണം. ആ അറിവ് ലോകത്തിനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നു, ജീവിതത്തെ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നു. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംയുക്തത എത്രത്തോളം ആവശ്യമുണ്ട് എന്നെല്ലാം നാം നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഈ വൈരാഗ്യം വേണ്ടത്ര ഉണ്ടാവുന്നത്. അപ്പോൾ വൈരാഗ്യജനകമായിരിക്കുന്ന ഭാഗവും കൂടിയാണ് ഇതിൽ പലതും. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗഹ്യസ്യ പരിബന്ധിനൗ. ഈ ഇന്ദ്രിയങ്ങളുടെ മേൽ എത്രത്തോളം നമുക്ക് നിയന്ത്രണം വേണം, അവയെ മെരുക്കിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി പറയുന്നു. അവിടെ എന്തായിരുന്നു സന്ദർഭം, രംഗം? 18 ദിവസം ചെയ്യാൻ പോകുന്ന പടയാണ്. ആ സമയത്താണ് ഇത് ഉപദേശിക്കുന്നത്. എന്താ ഉപദേശിക്കുന്നത്? ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. ഓരോ ഇന്ദ്രിയത്തിനും അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങൾ, ഭൗമ വസ്തുക്കളുണ്ടല്ലോ, അതിൽ ഓരോന്നിൻ്റെയും മുകളിൽ രാഗദ്വേഷവും വ്യവസ്ഥിതവും. രാഗം എന്ന് പറഞ്ഞാൽ അമിതമായിരിക്കുന്ന ആകർഷണം, ദ്വേഷം എന്ന് പറഞ്ഞാലോ അമിതമായിരിക്കുന്ന വെറുപ്പും നീരസവും, സഹിക്കുവയ്യായ.
ഇങ്ങനെ രാഗം ദ്വേഷം എന്ന് പറയുന്ന തൊപ്പികൾ അണിഞ്ഞവയാണ് ലോകത്തിൽ അനുഭവിക്കാനുള്ള ഇന്ദ്രിയ വസ്തുക്കൾ മുഴുവനും എന്ന് പറയുന്നു. എന്നിട്ട് കൃഷ്ണൻ ശാസിക്കുന്നത് എന്താ? ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്നുള്ള നിലയ്ക്ക് പ്രസ്താവിക്കുന്നത് എന്താ? തയോർണ വശമാകച്ഛേത്, അവയ്ക്ക് കീഴ്പ്പെട്ടു പോകരുത്, അവയുടെ അടിമയാവരുത്. എന്തിൻ്റെ അടിമ? രാഗദ്വേഷങ്ങളുടെ അടിമ. ഈ രാഗദ്വേഷങ്ങൾ എവിടെയാ? ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങളിലെല്ലാം. കണ്ണിന് കാണാനുള്ള കാഴ്ചദ്രവ്യങ്ങൾ, ചെവിക്ക് കേൾക്കാനുള്ള പാട്ട് കൂത്ത് ഇത്യാദികൾ, മൂക്കുകൊണ്ട് വാസനിക്കാൻ, നാവ് കൊണ്ട് രുചിക്കാൻ, ത്വക്ക് കൊണ്ട് സ്പർശിക്കാൻ. അനവധി ആൾക്കാരും ഈ വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് മിനുസമുള്ളതാണോ നിറമുള്ളതാണോ എന്ന് കണ്ണുകൊണ്ട് നിശ്ചയിക്കുന്നു, മിനുസമുണ്ടോ എന്നുള്ളത് തൊലി കൊണ്ട് നിശ്ചയിക്കുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങളിൽ രാഗദ്വേഷങ്ങൾ ധാരാളമുണ്ട്. ആ രാഗദ്വേഷങ്ങൾക്ക് അടിമയായിത്തീരരുത് അർജുന. ഇതാണ് ഭഗവത്ഗീതയുടെ നിർദ്ദേശം. ഒരിക്കലും പാടില്ല. എന്താ കാരണം? തൗഹ്യസ്യ പരിബന്ധിനൗ. മനുഷ്യജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ആരുണ്ടെങ്കിലും അവരുടെ മാർഗശത്രുക്കളാണ് ഈ രണ്ടെണ്ണം. അവയെ ശത്രുക്കളായി തന്നെ കണക്കാക്കണം. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? നാം നന്നാവണത് അവർക്ക് ഇഷ്ടമില്ല, നമ്മെ എപ്പോഴും ഉപദ്രവിക്കണം, കഷ്ടപ്പെടുത്തണം, കുണ്ടിലിറക്കണം. നിങ്ങളുടെ ശത്രു എന്തെങ്കിലും അപകടം വന്നാൽ നിങ്ങൾക്ക് സ്വാഭാവികമായി തോന്നുന്നതാണ്, കൈകൊട്ടി ചിരിച്ചില്ലെങ്കിലും ഉള്ളിൽ നല്ല രസം തോന്നും. അപ്പം നമ്മെ തട്ടിത്താഴത്തിടാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ് ഈ രാഗദ്വേഷങ്ങൾ. അങ്ങനെ മനസ്സിലാക്കി തയോഹോ ന വശമാകച്ഛേത്, അവയ്ക്ക് കീഴ്പ്പെട്ടു പോകരുത്, കീഴ്പ്പെട്ടു പോകരുത്. ഈ ഒരു നിർദ്ദേശം ഭഗവത്ഗീതയുടെ നാം ഓർമ്മ വയ്ക്കുമെങ്കിൽ മനസ്സിന് തന്നെ ശക്തി വരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മനസ്സിന് ശക്തി ഉണ്ടാവണമെങ്കിൽ എന്താണ് വഴി? വഴി ഇതാണ്. മനനരൂപത്തിൽ നമുക്ക് എന്ത് ഗുണം വേണമോ, മൂല്യം വേണമോ, മേന്മ വേണമോ, ആ മേന്മയെപ്പറ്റി മനസ്സിൽ ഇങ്ങനെ ഉരുവിടുക, അഭ്യസിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പം ഞാനിവിടെ ഒരു ശ്ലോകം പറയുമ്പോൾ സമാനമായി പല ശ്ലോകങ്ങളും പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞത് പെറുക്കിയെടുത്ത് കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പറയുന്ന വിഷയം എത്രയും നിങ്ങൾക്ക് രുചിപ്രദമാകണം, രസപ്രദമാകണം, ആകർഷകമാകണം. നിങ്ങളിൽ വേണ്ടത്ര സ്വാധീനം അതിന് ചെലുത്താൻ പറ്റണം. കേൾക്കുന്നവരുടെ കർണപുടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവരുടെ ഹൃദയത്തിലും മസ്തിഷ്കത്തിലും ഇറങ്ങിച്ചെന്ന് അവിടെ സ്ഥായിയായിട്ടുള്ള ഒരു സ്ഥാനം പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത്. അപ്പം ഇത്രയും സമയം ആ ശ്ലോകത്തിൽ ചെലവ് ചെയ്യുന്നത് പോലെ നിങ്ങളും ഓരോരോ ഗുണങ്ങളെയും മേന്മകളെയും പറ്റി മനസ്സിലാക്കി ആ ഗുണങ്ങളിലും മേന്മകളിലും വിചാരരൂപത്തിൽ, മനനരൂപത്തിൽ, സ്മരണരൂപത്തിൽ, മറ്റു പ്രകാരത്തിൽ ആലോചിക്കുക, വിമർശന ബുദ്ധിയ പരിഗണിക്കുക, വിചിന്തനം ചെയ്യുക, ചികഞ്ഞ് ചികഞ്ഞ് ഇറങ്ങിച്ചെല്ലുക, ഓരോന്ന് ഏഴ പേർത്തെടുത്ത് ചിന്തിക്കുക. അങ്ങനെ സമയം ചെലവ് ചെയ്താൽ അതാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വിശേഷം. അതിൽ പറയുന്ന ശ്ലോകങ്ങൾ എത്ര തവണ പറഞ്ഞാലും നമുക്ക് കഴച്ചു എന്ന് തോന്നില്ല. സ്വരസൗഷ്ഠവത്തോടുകൂടി, ഉച്ചാരണ ശുദ്ധിയോടുകൂടി ആ കാവ്യം ആവശ്യപ്പെടുന്ന സംഗീതം, ഒരു ചെറിയ മാധുര്യം അതിനുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് പറയണം. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാകച്ഛേത് തൗഹ്യസ്യ പരിബന്ധിനൗ. അവ ശത്രുവാണെന്ന് മനസ്സിലാക്കണം. ആരാ ശത്രു? രാഗദ്വേഷങ്ങൾ. ഈ രാഗദ്വേഷങ്ങൾ ജനിക്കുന്നത് മനസ്സിലാണ്. എന്തിനെ ചൊല്ലി ജനിക്കുന്നു? ബാഹ്യമായിരിക്കുന്ന ഭോഗവസ്തുക്കളെ ഉദ്ദേശിച്ചോ അവയെ ചൊല്ലിയോ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഉണ്ടാകുന്ന കേന്ദ്രം എവിടെയാ? നിങ്ങളുടെ മനസ്സിലാ. അപ്പം മനസ്സിലാവുമ്പോൾ നമുക്ക് പുറത്തു പോയി അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് മല്ലയുദ്ധമൊന്നും അവിടെ വേണ്ട. നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നതിനെ പാകപ്പെടുത്തി മെരുക്കിയെടുത്ത് പക്വമാക്കി തീർത്ത് ഇല്ലാതെയാക്കുക. ആ പക്വമാക്കുന്നതിനാണ് ഈ ശാസ്ത്രചിന്തയും ശാസ്ത്രപഠനവും ശാസ്ത്രഗ്രഹണവും തത്വഗ്രഹണവും ഒക്കെ. ഈ ശ്രീമദ് ഭാഗവതം ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഒക്കെ ശാസ്ത്ര 80% വേദാന്തമാണിതാ. ഇതേമാതിരിയുള്ള കാര്യങ്ങൾ അതിങ്ങനെ കേട്ട് നമ്മുടെ മനസ്സിൽ എത്ര കണ്ട് പതിയുന്നുവോ അത്ര കണ്ട് മനസ്സ് ശുദ്ധമാവും. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത് പുണ്യഗാഥാശ്രവണാഭിധാനൈഃ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവാഞ്ജന സംപ്രയുക്തം. ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് പറയുകയാണ് കുറെ അങ്ങോട്ട് ചെന്നതിന് ശേഷം. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ. എത്രത്തോളം ഒരുവൻ്റെ ജീവൻ, ഒരുവൻ്റെ അന്തരംഗം പരിമൃജ്യതേ, അതിന് പരിമാർജനം സംഭവിക്കുന്നുവോ, അത് കഴുകി തുടച്ച് വെളുപ്പിച്ച് കുളിപ്പിച്ച് അതിന് എത്രത്തോളം ശുദ്ധി വരുന്നുണ്ടോ,
യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ. എങ്ങനെ പരിശുദ്ധി വരും? വെറുതെ ഇരുന്നാൽ വരുമോ? വരില്ല. കുളിക്കണമെങ്കിൽ കുളത്തിൽ പോകണം, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണം. എന്നിട്ട് വെള്ളം കോരി ഒഴിക്കണം. വേണ്ടി വന്നാൽ സോപ്പ് കയ്യിലെടുത്ത് തേച്ച് അങ്ങനെ അങ്ങോട്ട് ഒരശയൊക്കെ കളഞ്ഞ് കഴുകിക്കളഞ്ഞാലേ പോവുള്ളൂ. പ്രയത്നം ആവശ്യമാണ്. ഇവിടെ എന്താ പ്രയത്നം? മത് പുണ്യഗാഥാശ്രവണാഭിധാനൈ. കേട്ടുവോ നിങ്ങൾ? മത് പുണ്യഗാഥാശ്രവണാഭിധാനൈ. ഈശ്വരനെ പറ്റിയിട്ടുള്ള ഗാഥകൾ മാത്രമേ പുണ്യമായിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല 2 കുട്ടികളുണ്ടാവും. എത്ര പേര് എഴുതാൻ പറ്റും കുട്ടികളെ പറ്റി നല്ല കാര്യം? എത്ര അച്ഛനമ്മമാരുണ്ട് ഇവിടെ? എൻ്റെ കുട്ടികളോ നല്ലവരാണ്, എന്നാൽ ഒരു പുസ്തകം എഴുതി കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഈശ്വരൻ്റെ നേരെ മറിച്ച് എത്ര പുസ്തകങ്ങളും എത്ര ശാസ്ത്രങ്ങളും എഴുതിയാലും തീരില്ല. പരമ കല്യാണനിധിയാണ്. തസ്മാത് അദൃഷ്ടശ്രുതദൂഷണം പരം എന്നാണ് പ്രഹ്ലാദൻ ചിത്രീകരിക്കുന്നത്. മഹാവിഷ്ണുവിൽ, പരമ കല്യാണനിധിയായിരിക്കുന്ന മഹാവിഷ്ണുവിൽ, ശ്രീഹരിയിൽ ഒരു ദൂഷ്യം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. അദൃഷ്ടശ്രുതദൂഷണം പരം. ഈ വാക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇന്നേ വരെ ദൃഷ്ടം കണ്ടിട്ടില്ല, ശ്രുതം കേട്ടിട്ടുമില്ല. ഒരു വിധത്തിലുള്ള ദോഷമോ മാലിന്യമോ തകരാറോ കോട്ടമോ വാട്ടമോ ഒന്നും കേട്ടിട്ടില്ല ഇതുവരെ. ആരെക്കുറിച്ച്? അജയ്യനായിരിക്കുന്ന പരമകല്യാണനിധിയായിരിക്കുന്ന മഹാവിഷ്ണു. സത്യം ശിവം സുന്ദരം എന്ന് പറയുന്ന പരമസത്യം. ശർക്കര അകത്തും പുറത്തും മധുരം എന്നതുപോലെ ഈ പരമാത്മാവും പരബ്രഹ്മവും എവിടെ നോക്കിയാലും സത്യം ശിവം സുന്ദരമാണ്. അങ്ങനെ യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത് പുണ്യഗാഥാശ്രവണാഭിധാനൈ. പുണ്യമായിരിക്കുന്ന ഗാഥകൾ, ശ്രവണം, അഭിധാനം. ആ ഈശ്വരൻ്റെ നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം മഹാവിഷ്ണുവിനെ കുറിച്ചാണെങ്കിലും വാസ്തവത്തിൽ ഈ നാമങ്ങൾ നമ്മുടെ അന്തരാത്മാവിൻ്റെ പര്യായ ശബ്ദങ്ങളാണ്. നിങ്ങൾക്ക് നേരിട്ടത് പറയാനുള്ള അറിവില്ല, വിനയമില്ല, ധന്യതയില്ല, സമ്പന്നതയില്ല. നമ്മുടെ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ജീവനാണ്. ആ ജീവൻ ഒരു ചൈതന്യ സ്വരൂപമാണ്. ആ ചൈതന്യം ഒരു വിധത്തിലും കളങ്കമില്ലാത്തതാണ്. കളങ്കം എവിടം വരെ? കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, ശരീരം, രക്തപങ്കിലമായിരിക്കുന്ന ശരീരം, നാഡി ഞരമ്പുകൾ, ശ്വാസകോശം, ഹൃദയം, മസ്തിഷ്കം, ഈ വക ഭൗമഭാഗങ്ങളിലേ മാലിന്യമുള്ളൂ. കേൾക്കണുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ എല്ലാവരുടെയും ശരീരം പാഞ്ചഭൗതിക ശരീരത്തിൽ മാത്രമേ അശുദ്ധിയുള്ളൂ. അതിൽ കാറ്റിൽ അശുദ്ധി ഉണ്ടാവാം, വെള്ളത്തിലുണ്ടാവാം, സമ്മതിച്ചു. അതിലുള്ള ചൂടിൽ അശുദ്ധിയില്ല. ആ ഊർജങ്ങളെയും ദ്രവ്യങ്ങളെയും കടന്നു ചെന്ന് പ്രകാശിക്കുന്നതും പ്രതിഫലിക്കുന്നതുമായ മനസ്സുണ്ടല്ലോ, മനസ്ഥലം, ആ ബുദ്ധിതലം, ഇതൊക്കെ ചേതനാമയമാണ്. അവിടെ ഒരു അശുദ്ധിയും ഒരു മാലിന്യവും കാണില്ല. മത് പുണ്യഗാഥാശ്രവണാഭിധാനൈ. ഈശ്വരനെ കുറിച്ചുള്ള വിഷ്ണു സഹസ്രനാമം 1000 നാമങ്ങളുണ്ടല്ലോ. ആ 1000 നാമങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ജീവനെയും ആത്മാവിനെയും കുറിച്ചുള്ള നാമങ്ങളാണ്. നേരിട്ടത് പറയാനുള്ള കോൺഫിഡൻസ് നമുക്കില്ല. നാം പൂജ ചെയ്യുന്ന സമയത്ത് ആ പുസ്തകത്തിലിട്ട ഈശ്വരാനുഭവം ചൊരിയുന്ന യോഗിവാണികൾ എന്ന പുസ്തകമുണ്ടല്ലോ. അതിൽ ആ ഏകാദശ സ്കന്ധത്തിൽ ആ നവയോഗി സംവാദം നിമി ചക്രവർത്തിയുമായി അതിൽ പൂജാവിധിയെപ്പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ചും പറയുന്നുണ്ട്. പൂജ ചെയ്യുന്നതിന് മുൻപ് ആദ്യം അവനവൻ്റെ അംഗങ്ങളെ കൊണ്ട് സംശുദ്ധമാക്കി അതുകൊണ്ട് പുഷ്പമെടുത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ദിവ്യത്വവും ധന്യതയും ഈശ്വരീയതയുമെല്ലാം ഉള്ളിൽ നിന്ന് കടഞ്ഞെടുത്തിട്ടാണ് നാം ബിംബത്തിലേക്ക് കൊടുക്കുന്നത്. അവസാനമോ ആ ദൈവത്തെ അല്ലെങ്കിൽ ദേവനെ ആത്മാവായി ധ്യാനിക്കണം. ധ്യാനിച്ച് ആ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പുഷ്പങ്ങളെടുത്ത് തൻ്റെ തലയിലിട്ടിട്ടാണ് ആ ഉദ്വസനം പറഞ്ഞയക്കൽ. അപ്പോൾ ഇവിടെ പൂജ എന്നൊരു വ്യാജം നടക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ നടക്കുന്നത് എന്താ? പൂജയുടെ പേരിൽ, ആരാധനയുടെ പേരിൽ ആരാധകനാണ് ഇവിടെ സംശുദ്ധനാകുന്നത്. ഈ പറയുന്ന പ്രസ്താവനയെ എതിർക്കാനോ അല്ലെന്ന് പറയാനോ ആരെങ്കിലും ഉണ്ടോ ലോകത്തിൽ? ആരാധകൻ എത്രത്തോളം ശുദ്ധനാണോ, ആരാധകൻ എത്രത്തോളം ഭക്തനാണോ, അതാണ് അവിടെ ഭക്തി രചിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളിലുള്ള ശുദ്ധി കർത്താവിനുള്ള ശുദ്ധിയാണ്. ഈശ്വരനെ നാം ഭജിക്കുന്നുണ്ടെങ്കിലും ഭജിക്കുന്നവൻ മനുഷ്യനാണ്. ഭജനം എന്ന് പറയുന്നത്, പൂജ എന്ന് പറയുന്നത് പൂജ ചെയ്യുന്നവൻ്റെ പ്രവൃത്തിയാണ്. ആ ചെയ്യുന്നവൻ്റെ പ്രവൃത്തി നന്നാവണമെങ്കിൽ എവിടെ നോക്കണം? അവിടെയോ അതോ ഇവിടെയോ? ഉള്ളില്. അതാണ് അവസാനം ദേവനെ ആത്മാവായി ധ്യാനിക്കണം എന്ന് പറയുന്നത്. ആത്മാവായി ധ്യാനിക്കണം. മത് പുണ്യഗാഥാശ്രവണാഭിധാനൈ.
ഈശ്വരൻ്റെ നാമങ്ങൾ ചൊല്ലി കേട്ട് ഗാനം ചെയ്ത് കീർത്തനം ചെയ്ത് ഈശ്വര കഥകൾ വായിച്ച് ഈശ്വര ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് കേട്ട് സ്വയം വർണ്ണിക്കാൻ സാധിക്കുമെങ്കിൽ വർണ്ണിച്ച് CD വെച്ചോ ടേപ്പ് റെക്കോർഡ് വെച്ചോ ഒക്കെ കേട്ടോളൂ, ഒരു വിരോധമില്ല. ടേപ്പ് റെക്കോർഡിനല്ല മോക്ഷം വേണ്ടത് നമുക്ക്. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈ. എത്രത്തോളം പരിശുദ്ധി വരുന്നുവോ മത്പുണ്യഗാഥാശ്രവണാഭിധാനങ്ങൾ കൊണ്ട് തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം. അത്രത്തോളം അതിസൂക്ഷ്മമായിരിക്കുന്ന വസ്തു ദർശിക്കാൻ സാധിക്കും. എന്താണ് ഈ അതിസൂക്ഷ്മമായ വസ്തു? അങ്ങനെ ഒന്നുണ്ടോ? സ്ഥൂലം സൂക്ഷ്മം എന്ന് 2 തരാണല്ലോ. ഭൂമി സ്ഥൂലമാണ്, വെള്ളവും സ്ഥൂലമാണ്. വായു എന്ന് വരുമ്പോൾ കുറച്ച് സൂക്ഷ്മമായി, അതിന് വ്യാപക ശക്തി കൂടി. ആകാശത്തിൻ്റെ അവിടെ എത്തുമ്പോഴോ അതിസൂക്ഷ്മമായി. അതിനേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ആത്മാ. അപ്പം അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരാത്മാ നമ്മുടെ ശരീരത്തിന് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിന് കാരണം എന്താ? ഭക്തിയുടെ കുറവ്, ശുദ്ധിയുടെ കുറവ്, ഈശ്വരീയതയുടെ കുറവ്. നിങ്ങൾക്ക് ഈശ്വരനോട് സ്നേഹമുണ്ടായത് പോരാ, ആഭിമുഖ്യം വളർത്തിയത് പോരാ, ഈശ്വരനോടുള്ള സംഘം അത് കനത്തതല്ല. ഇവിടെ മാംസ ബന്ധങ്ങളോടാണ് നമുക്ക് സംഘം. ആ സംഘത്തിൻ്റെ സ്ഥാനത്ത് ഈശ്വരനാകണം നിങ്ങൾക്ക് സംഘം, ഈശ്വരനിലാകണം നിങ്ങളുടെ സംഘം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമമാണ് 1 മണിക്കൂറോ 2 മണിക്കൂറോ അരമണിക്കൂറോ ഒരിടത്തിരുന്ന് ഈശ്വര കീർത്തനങ്ങൾ, നാമകീർത്തനങ്ങൾ, നാമസങ്കീർത്തനം. മനുഷ്യരൊട്ടാകെ മതിമറന്നങ്ങോട്ട് പോയിരിക്കുകയാണ്. അവർക്ക് ശരീരസ്മൃതി ഇല്ല. ഹരേ രാമ പറയണം, ആ പറയുന്നതിൽ മനസ്സ് ലയിക്കണം. അത് ലയിച്ചിട്ട് തൻ്റെ വ്യക്തിത്വം തന്നെ അങ്ങോട്ട് വികസിതമായി തീരണം എന്ന് പറഞ്ഞ് വലിയ ഒരു ഡിവോഷണൽ റേഡിയേഷൻ, a kind of a spiritual devotional ecstasy. I am very clearly noticing that this ecstasy has enveloped quite a number of people here, a number of devotees. അതാണ് അതിൻ്റെ വിശേഷം. തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം. അതിസൂക്ഷ്മമായിരിക്കുന്ന പരമാത്മാവ്. അയ്യോ, എൻ്റെ ശരീരത്തിൽ ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ശരീരം ജീവിക്കുന്നത്? എന്തോ ഒന്നുണ്ടല്ലോ, അതിൽ നിന്ന് ചൂട് പുറപ്പെടുന്നുണ്ടല്ലോ. ഒരു ശ്വാസം അകത്തേക്ക് പോയാൽ പുറത്തേക്ക് അതിനെ തള്ളുന്നില്ലേ? അതോ എടുത്തത് പോയില്ലല്ലോ. അത് എവിടെ ഒരു സ്ഥലത്ത് തട്ടി മടങ്ങി വരുന്നുണ്ടല്ലോ. ആരായി മടക്കി വരുത്തുന്നത്? അപ്പോൾ ഉള്ളിൽ നിശ്ചയമായിട്ടും ഒരു ശക്തി, ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ പറ്റും. ഏതുപോലെ? കോട്ടമുള്ള കണ്ണിന് കാഴ്ച തടസ്സപ്പെടുമ്പോൾ ആ കോട്ടം തീർത്തു കഴിഞ്ഞാൽ കണ്ണെങ്ങനെ ഭംഗിയായിട്ട് കാണുന്നുവോ അതേപോലെ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവ അഞ്ജന സംപ്രയുക്തം. അഞ്ജനക്കല്ലുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ ഉള്ളിലുള്ളത്. കണ്ണിന് കോട്ടം വരുമല്ലോ, അത് മാറ്റണത് അഞ്ജനക്കല്ലുകൊണ്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പഴയ കാലത്ത്. അപ്പോൾ അഞ്ജന സംപ്രയുക്തമായിരിക്കുന്ന കണ്ണുണ്ടല്ലോ, കാറ്ററാക്റ്റ്, അത് നീക്കിക്കഴിഞ്ഞാൽ കണ്ണ് തെളിയുന്നത് പോലെ തെളിയുന്നു. ഭർതൃഹരി ഈ ലോകവസ്തുക്കളോട് നമുക്ക് തോന്നേണ്ട സമീപനത്തിനെക്കുറിച്ച് വൈരാഗ്യ ശതകം എന്ന് പറഞ്ഞ് 100 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭർതൃഹരി ഒരു മഹാകവിയാണ്. അദ്ദേഹം ജീവിതത്തിൽ മുഴുവൻ രാജപദവിയിലായിരുന്നു. എന്നിട്ട് തൻ്റെ രാജ്ഞിയിൽ തന്നെ ഒരു തരത്തിലുള്ള വ്യതിയാനം കണ്ടപ്പോൾ അത് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി എനിക്കില്ലല്ലോ. പ്രജകളെ എല്ലാവരെയും അകലെ നിന്ന് നിരീക്ഷിച്ച് ആരുടെ മനസ്സിൽ എന്ത് പ്രസ്ഫുരിക്കുന്നുണ്ടോ അത് മുഴുവനും കണ്ടെത്താൻ പ്രാപ്തിയുള്ളവനാകണം രാജാവ്. ആ നിലയ്ക്ക് എൻ്റെ സ്വന്തം രാജ്ഞിയുടെ ഉള്ളിലുള്ള കളവും ചതിയും ഞാൻ കണ്ടെത്തിയില്ലല്ലോ. ഇനി സിംഹാസനത്തിൽ ഇരിക്കാൻ കൊള്ളരുതാത്തവനാണ് ഞാൻ എന്ന് പറഞ്ഞ് കാട്ടുപോയി തപസ് തുടങ്ങി. അദ്ദേഹം തത്വവിചിന്തനം ചെയ്ത് വളരെ കാലം കഴിഞ്ഞതിന് ശേഷം നീതിശതകം, ശൃംഗാരശതകം, വൈരാഗ്യശതകം എന്ന 300 ശ്ലോകങ്ങൾ എഴുതി. അതിൽ വൈരാഗ്യശതകം സാധകന്മാരും സന്യാസിമാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതിലൊരു ശ്ലോകം പറയാം, വളരെ അർത്ഥവത്തായിട്ടുള്ളത്. ഭോഗാന ഭുക്താ വയമേവ ഭുക്താഃ തപോന തപ്തം വയമേവ തപ്താഃ കാലോന യാതോ വയമേവ യാതാഃ തൃഷ്ണാന ജീർണ വയമേവ ജീർണാഃ. നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? ഓരോ വയസ്സ് ചെല്ലും തോറും കൂടുതൽ കൂടുതൽ അനുഭവിച്ചു, സുഖമായി, ഇഷ്ടമായി എന്നാ. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ കൂടുതൽ തിന്നാം, കൂടുതൽ രുചിക്കാം, സന്തോഷമായിട്ടിരിക്കാമെന്ന. സത്യം മറിച്ചാണെന്ന്. ഭോഗാന ഭുക്താഃ. നമ്മുടെ മുൻപിൽ ധാരാളം ഭോഗവസ്തുക്കളുണ്ട്. ആ ഭോഗവസ്തുക്കളെ അനുഭവിച്ച് നാം ഭോഗവസ്തുക്കളെ മുടിക്കുന്നുണ്ടോ അതോ ഭോഗവസ്തുക്കളെ അനുഭവിക്കുന്നത് വഴി നമ്മെ മുടിക്കുന്നു?
ഈ ലോകം അനുഭവിക്കുന്നവരാണോ ഇവിടെ ബാക്കി? അതോ അനുഭവിച്ചവരുമൊക്കെ യാത്രയായി പോയി അനുഭവിക്കപ്പെടുന്ന ലോകമോ ഇവിടെ ബാക്കി? ഈ ലോകവസ്തുക്കളെ നാം അനുഭവിക്കുന്നുണ്ടല്ലോ. അനുഭവിച്ചു കഴിഞ്ഞാൽ ആ വസ്തുക്കൾ അങ്ങോട്ട് ഒടുങ്ങണം. കുമ്പളങ്ങ കൂട്ടി കൂട്ടി ലോകത്തിൽ കുമ്പളങ്ങ ഇല്ലാതെ ആവുന്നുവോ? ഈ കൂട്ടുന്നവൻ മരിച്ചു പോണു. കുമ്പളങ്ങ തിന്നവരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ കുമ്പളങ്ങ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഭോഗാനഭുക്താഹ, ഭോഗങ്ങൾ ഭുജിക്കപ്പെട്ടിട്ടില്ല. വയമേവ ഭുക്താഹ, ഭോഗങ്ങളെ ഭുജിക്കണു എന്നുള്ള പേരിൽ അവ നമ്മെയാണ് ഭുജിക്കുന്നത്. ഇതൊരു പാഠമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? ഇന്ന് മുതൽ ഓർമ്മ വയ്ക്കില്ലേ? ഇനി പിടിച്ചു പൊത്തരുത് കേട്ടോ. ഈ ഉടുമ്പിൻ്റെ പിടുത്തം പിടിക്കേ വേണ്ട. നിങ്ങൾ അടച്ചങ്ങോട്ട് വിടും. ഒരു കുട്ടി ജനിക്കുമ്പോൾ തുടങ്ങിയത് അങ്ങനെ പിടിക്കൽ, അത് വിടുന്നില്ല. പിന്നെ ആ പിടുത്തം മനസ്സിലായി, കയ്യിൽ നിന്ന് അഴിഞ്ഞാൽ. ഭോഗാനഭുക്താഹ വയമേവ ഭുക്താഹ തപോനതപ്തം വയമേവ തപ്താഹ. തപസ് എന്നുള്ള പേരിൽ പല വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഞാൻ ചെയ്തു എന്ന് പറയുന്നു. ഓരോ കൊല്ലം കഴിയുമ്പോഴും ചെയ്തു എന്ന് പറയുന്നവന് ഇനി എനിക്ക് വയ്യ എന്നാ പിന്നെ പറയുക. ചെയ്ത് നിങ്ങൾ നന്നാവുകയാണോ ചെയ്തത്, അതോ ചെയ്ത് വയ്യാൻ്റെ ചെയ്യും? അപ്പം നമ്മൾ എന്ത് തപസ്സാ തപിച്ചിരിക്കുന്നത്? തപസ്സിൻ്റെ പേരിൽ നാം തപിപ്പിക്കപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. തപസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. തപോനതപ്തം വയമേവ തപ്താഹ കാലോനയാതോ. കാലം എന്ന് പറയുന്നത് ഒരിക്കലും പോകുന്നില്ല. നേരെ മറിച്ച് 1, 2, 16, 35 എന്ന് പറഞ്ഞ് എണ്ണി വയസ്സെണ്ണിയിട്ട് നമ്മളാണ് പോകുന്നത്. ഞാൻ പലപ്പോഴും വിചാരിക്കും, എനിക്ക് 60ാം ജന്മദിനാ. ഇത് 60ാം ജന്മദിനോ അതോ 16 കൊല്ലം ഇനി ബാക്കിയുള്ളൂ പോകാനുള്ള മരണസമീപനദിനോ? ഓരോ ജന്മദിനത്തിനും ജന്മത്തിൽ നിന്ന് നാം അകലെയാണ്. പിന്നെ ആരോടാണ് അടുക്കുന്നത്? മരണത്തോട്. അപ്പോൾ പിന്നെ ഈ ജന്മദിനം കൊണ്ടാടുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അയ്യോ 60 വയസ്സായി, ഇനി മരിക്കാൻ എനിക്ക് 16 ഉള്ളൂ, കഴിഞ്ഞ കൊല്ലം 17 അതുകൊണ്ട് ഞാൻ ആരെയും വിളിക്കാൻ പോണില്ല. അതിനെന്തിനാ ആഘോഷം? മരണത്തിൻ്റെ മുഖത്തിലേക്ക് പോകുന്ന പോക്കിന് വിശേഷമാണ്. ഒന്ന് പരിശോധിക്കും കൂട്ടരെ, ഇതും കണക്കല്ലായില്ല, കണക്ക് തന്നെയാ. കാലോനയാതോ വയമേവയാതാഹ. കാലം പോകുന്നില്ല, നാമാണ് പോകുന്നത്. തൃഷ്ണാനജീർണ വയമേവ ജീർണ. ആശയുണ്ടല്ലോ, ആ ആശ അനുഭവിച്ച് അത് ഇനി ഇല്ല എന്നല്ലേ വരേണ്ടത്? അതല്ല വരുന്നത്. നേരെ മറിച്ച് ആശ ഓരോന്ന് അനുഭവിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ജീർണത്വം വന്ന് നാം ജീർണിക്കപ്പെടുകയാണ്. ഇതാണ് സത്യം. ഈ സത്യം എവിടെയാ തെളിയുക? കണ്ണിൻ്റെ മുൻപിലല്ല, ഇത് ബുദ്ധിയുടെ മുൻപിലാണ്, വിവേകത്തിൻ്റെ മുൻപിലാണ്, ആലോചനയുടെ മുൻപിലാണ്, തത്വപരിഗണനയുടെ മുൻപിലാണ് ഈ സത്യം തെളിയുക. അപ്പോൾ തത്വവിചാരമാണ് ഇവിടെ പ്രധാനം. ഭോഗാനഭുക്താ വയമേവ ഭുക്താഹ തപോനതപ്തം വയമേവ തപ്താഹ കാലോനയാതോ വയമേവ യാതാഹ തൃഷ്ണാനജീർണ വയമേവ ജീർണാഹ. ഈ പാഠങ്ങളൊക്കെ എത്രമാത്രം സുന്ദരമാണെന്നറിയാമോ? ഇത് ആസ്വദിക്കാനായിട്ടാണ് ഭക്തി ഉള്ള മനസ്സ് വേണ്ടത്, വിവേകമുള്ള ബുദ്ധി, യുക്തിബോധമുള്ള ബുദ്ധി വേണ്ടത്.